ഹലോ, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈം. മിക്സ് മില്ലറ്റ് ഉപയോഗിച്ച് നമ്മളൊന്ന് ബ്രെഡ് സ്റ്റിക്കും ഒരു ബ്രെഡ് റോളും ഉപയോഗിക്കുകയാണ് കേട്ടോ. സെയിം ഫ്ലോർ തന്നെയാണ്, സെയിം ഡോ തന്നെ നമ്മൾ രണ്ടും ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ 250 ഗ്രാം ആണെങ്കിൽ 250 ഗ്രാം ഫ്ലോറാണ് ടോട്ടൽ എടുക്കേണ്ടത്. അതിനുവേണ്ടി 125 ഗ്രാം വീതം അല്ലെങ്കിൽ ഹാഫ് കപ്പ് മിക്സഡ് മില്ലറ്റ് ഫ്ലോറും ഹോൾ വീറ്റ് ആട്ടയും കൂടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും പകുതി വീതം എടുക്കുകയാണ്. അതിൽ നമ്മൾ 140 ml വെള്ളം ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണി 15 ml ഹണിയും കൂടി മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഷുഗർ ഇവിടെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. അതിന് പകരം നമ്മൾ ഹണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഈസ്റ്റ് 5 ഗ്രാം ഈസ്റ്റ് നമ്മൾ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഫ്ലോർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറും സോൾട്ടും കൂടി മിക്സ് ചെയ്തില്ല നമ്മൾ ചേർക്കണം കേട്ടോ. വെള്ളം അല്പം നന്നായിട്ട് മറ്റുള്ള ഫ്ലോറിനേലും അല്പം കൂടുതൽ വെള്ളം വലിക്കും. കാരണം നമ്മൾ ഹോൾ വീറ്റ് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലോറ് നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം നല്ലൊരു ഡോ ആക്കണം കേട്ടോ. ഡോ അടിച്ച് തരണം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി മീലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്നാക്സായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇടനേരം, അതായത് നമ്മൾ കാപ്പിക്ക് വേണ്ടി ടീ ടൈമിൽ ഉപയോഗിക്കാവുന്ന ഒരു സ്നാക്സും കൂടിയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. 15 ഗ്രാം സോഫ്റ്റ് ബട്ടറാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോയിൽ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ ഡോ ഒന്ന് റസ്റ്റിന് വയ്ക്കണം. സോഫ്റ്റ് ആവുകയും ചെയ്യും. വെള്ളം എക്സസ് എല്ലാം വലിച്ചതിന് ശേഷം നല്ലൊരു ഡോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ആവാനും വേണ്ടി, ഫെർമെൻറ്റേഷൻ നടക്കാനും വേണ്ടി നമ്മൾ റെസ്റ്റ് വയ്ക്കണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വയ്ക്കണം കേട്ടോ. ഡോ നന്നായിട്ട് നീഡ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രെഡ് കൂടുതൽ സ്മൂത്ത് ആവാനും നല്ല ടെക്സ്ചർ കിട്ടാനും വേണ്ടി അത് നന്നായിട്ട് നീഡ് ചെയ്യണം കേട്ടോ. നമ്മൾ 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. വീണ്ടും ഡോ എടുത്ത് നമ്മൾ ഫ്ലോറിലിട്ട് ടേബിളിലിട്ട് നന്നായിട്ട് ഒന്ന് നീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഡിവൈഡ് ചെയ്ത് സ്റ്റിക്ക് ഉണ്ടാക്കും. സെയിം ഡോ തന്നെ നമ്മൾ ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ സൂപ്പിനോ സലാഡിൻ്റെ കൂടെയോ സ്നാക്സിനും കൂടിയോ ഉപയോഗിക്കാൻ പറ്റിയാണ്. ഇതുപോലെയുള്ള ഐറ്റങ്ങളെല്ലാം മില്ലറ്റിൻ്റെ കൂടുതൽ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ മില്ലറ്റിൻ്റെ സലാഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരള ഫുഡ്, ദോശ, ഇഡ്ഡലി എല്ലാം നമ്മൾ ഇതുകൊണ്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളും കൂടി ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ 250 ഗ്രാം ഫ്ലോറ് നമ്മൾ ഡോ ആക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടും നമ്മുടെ ബ്രെഡ് സ്റ്റിക്കും അല്ലെ ക്രിസ്നി എന്നും പറയും കേട്ടോ. അതിന് അതും രണ്ടും നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഡോ നമ്മൾ നീളത്തിലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിൽ നമ്മൾ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് പ്രീ ഹീറ്റ് ഓവനിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഓവൻ റെഡിയാക്കി വയ്ക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ 200 ഡിഗ്രിയിലാണ് നമ്മൾ ഇത് പാകം ചെയ്യുക. മില്ലറ്റിൽ കൂടുതൽ പോഷകാംശങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും നമ്മൾ റൈസ് കഴിക്കുന്നത്ര കഴിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് മീലായിട്ട് നമുക്ക് ധാന്യമായിട്ട് നമ്മൾ എടുക്കാം. ഞാനൊരു മിക്സ് മില്ലറ്റ് എല്ലാം വാഷ് ചെയ്ത് ഒരു 7 മില്ലറ്റുകൾ മാത്രം മിക്സ് മില്ലറ്റിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വാഷ് ചെയ്ത് ഉണക്കി പൊടിപ്പിച്ച് വെച്ച് നമുക്കതിൽ നിന്ന് ആ ആട്ട നമുക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഫ്ലോർ നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ചെറിയ ബ്രെഡ് റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഏകദേശം 30 ഗ്രാം വരാവുന്ന ബ്രെഡ് റോളാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും ഉണ്ടാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ റസ്റ്റിന് പ്രൂഫ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രൂഫായതിന് ശേഷമാണ് നമ്മൾ എഗ്ഗ് വാഷെല്ലാം അടിക്കുന്നത്. നമ്മൾ ബ്രെഡ് സ്റ്റിക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിൽ എഗ്ഗ് വാഷ് നമ്മൾ അല്പം മിൽക്കും എഗ്ഗും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടിനും കൂടി എഗ്ഗ് വാഷായിട്ട് ഇത് ഉപയോഗിക്കണം. അതിൽ തന്നെ നമ്മൾ സെസമി അല്ല നമ്മുടെ വെളുത്ത എള്ള് ഉപയോഗിക്കുന്നു. വെളുത്തുള്ളിൻ്റെ പകരം നിങ്ങൾക്ക്
ഹാബ്സ് എന്തെങ്കിലും കോണ്ടിനെൻ്റൽ ഹാബ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. യുക്തി അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റ് സെസമിയാണ് ചേർക്കുന്നത്. വൈറ്റ് സെസമിക്ക് നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവാനായിട്ട് വേണമെങ്കിൽ കറുത്ത സെസമിയും ഇതിനൊപ്പം ചേർക്കാവുന്നതാണ്. നമ്മൾ ഇത് 15 മിനിറ്റാണ് ഓവനിൽ വയ്ക്കേണ്ടത്. 200 ഡിഗ്രി ചൂടിലാണ് വയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യണം, യുക്തി പോലെ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഓവനിൽ വയ്ക്കാം. ഇത് പ്രീ ഹീറ്റഡ് ഓവനാണ് കേട്ടോ. ഏകദേശം ഞാൻ 15 മിനിറ്റാണ് വയ്ക്കുന്നത്. 15 മിനിറ്റിൽ തന്നെ ആവുന്ന പ്രതീക്ഷയിൽ. ഓവൻ ചൂടായിട്ട് ഞാൻ ചൂടായി ലാസ്റ്റ് തട്ടിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടി നന്നായിട്ട് ചൂടാവും. അപ്പോൾ ഞാൻ മിഡിലേക്ക് കയറ്റി വയ്ക്കും. ഒരു 4-5 മിനിറ്റ് നമ്മൾ ഓവൻ്റെ മിഡിൽ വയ്ക്കും. അത് പാകമാവണതിന് ഇപ്പം തന്നെ നമ്മൾ എഗ് വാഷ് അടിച്ച് വൈറ്റ് സെസമി സീഡിൽ നമ്മുടെ ബ്രെഡ് റോള് ഡിപ്പ് ചെയ്യുകയാണ്. ഒരു ഹെൽത്തി കൺസെപ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്തു. ടേസ്റ്റ് ഒരിക്കലും മറ്റുള്ള ഇത് നമ്മുടെ ബ്രെഡ് റോളിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷ ചെയ്യരുത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ബ്രെഡ് ഗ്ലൂട്ടോൺ ഇല്ലാത്തതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീറ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഗ്ലൂട്ടോൺ നമ്മളുള്ള ഫ്ലോർ എന്തെങ്കിലും ആഡ് ചെയ്യണം. നമ്മൾ ഹാഫ് ഹോൾ വീറ്റാണ് ഇതിന് രണ്ടിനും നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ബാക്കിയുള്ള ഹാഫ് മിക്സ് മില്ലറ്റ് ഫ്ലോറും ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് റോള് വയ്ക്കുകയാണ്. ബ്രെഡ് റോളും ഏകദേശം അല്പം സമയം കൂടുതൽ വേണം. ബ്രെഡ് റോളും നമുക്ക് സെയിം അല്പം വ്യത്യാസമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഗ്ഗ് ആഡ് ചെയ്യും. ശരിക്കും ബ്രെഡ് റോളിൽ എഗ്ഗ് ആഡ് ചെയ്യും. നമ്മൾ മൈദ ഉപയോഗിച്ചാണെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യും. അതുപോലെ നമ്മൾ എഗ്ഗ് ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒഴിവാക്കിയത് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് ഫ്ലോർ ഉപയോഗിക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാം റെഡി ആയി നമുക്ക് നല്ല ക്രിസ്പി ആക്കി കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് സ്റ്റിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. ബ്രെഡ് സ്റ്റിക്കിനോട് ചേർന്ന് നമുക്ക് ബ്രെഡ് റോളും റെഡി ആയി കഴിഞ്ഞാൽ അതും കൂടി അറേഞ്ച് ചെയ്യാം. നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം 5-6 മണിക്കൂർ നേരം വെച്ചാലും നമ്മുടെ ബ്രെഡ് സ്റ്റിക്കിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടില്ല. സ്നാക്സായിട്ടോ അല്ല സൂപ്പിൻ്റെ കൂടെയോ സലാഡിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ബ്രെഡ് സ്റ്റിക്ക് ഉപയോഗിക്കാം. മില്ലറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. വൈറ്റമിനും അതിൽ വേണ്ട മിനറൽസ് എല്ലാം അതിലുണ്ട്. സെസമി ചേർത്തിട്ടുണ്ടെങ്കിൽ അല്പം ടേസ്റ്റ് കൂടും. നല്ല ക്രിസ്പിനെസ് ആണ് കേട്ടോ. അപ്പം നല്ലൊരു ഐറ്റമാണ്. ഇതുപോലെയുള്ള മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും. മില്ലറ്റ് കൊണ്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മില്ലറ്റ് ബ്രെഡും ഇതിനു മുന്നേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്ന് ഗ്ലേസ് ചെയ്യാം നമുക്ക്. അല്പം ബട്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ഞാൻ ഇവിടെ അല്പം മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് നമ്മുടെ റെഡിയായ ബ്രെഡ് റോളൊന്ന് ഗ്ലേസ് ചെയ്യുന്നുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു ടു എവരിബഡി. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടൈൽ. ബൈ. വീണ്ടും മറ്റൊരു ഐറ്റമായിട്ട് നമുക്ക് കാണാം.